നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായി ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ച് തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. കർത്താവായ യേശുക്രിസ്തു മേലിൽ നിന്ന് വന്നവനാണ്. ഞാൻ വന്ന സ്ഥലത്തേക്ക് പിതാവിൻ്റെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ കൊല്ലാനുള്ള അവരുടെ പദ്ധതി പൊളിഞ്ഞല്ലോ എന്നവർ ചിന്തിച്ചു. പക്ഷേ യേശു മരിക്കാനാണ് വന്നത്. നമ്മുടെ നരകം അനുഭവിക്കാനാണ് വന്നത്. നമ്മുടെ പാപപരിഹാരത്തിനായി ചോര ചിന്താനാണ് വന്നത്. യഹൂദന്മാർ നിഴലായിട്ടാണ് ആടുകളുടെ ചോര ചിന്തിയതും അത് പരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. വാസ്തവത്തിൽ ദൈവപുത്രനായ ആ ദൈവകുഞ്ഞാടായ യേശുവിൻ്റെ രക്തമാണ് മനുഷ്യവർഗത്തിന് രക്ഷ നൽകുന്നത്, പാപമോചനം നൽകുന്നത്, വിമോചനം നൽകുന്നത്. യേശു, ദൈവകുഞ്ഞാടായ യേശു രക്തം ചിന്തി മരിക്കാനാണ് വന്നത്. മനുഷ്യൻ്റെ അടിയും മനുഷ്യൻ്റെ സകല വേദനയും സകല ശാപവും താൻ ഏറ്റെടുക്കാനാണ് വന്നത്. മനുഷ്യന് പകരം ശിക്ഷയേൽക്കാൻ, മനുഷ്യന് വേണ്ടി യാഗമാകാൻ. അതാണ് യേശു ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്നെ ഉയർത്തും. യേശു ഉദ്ദേശിച്ചത് കുരിശിൽ ഉയർത്തുന്ന കാര്യമാണ്. നിങ്ങൾ എന്നെ ഉയർത്തിയ ശേഷം. ഞാനീ പറഞ്ഞത് സത്യമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. പിതാവാണ് എന്നിലൂടെ സംസാരിച്ചത്, ഉപദേശിച്ചത് എന്ന് നിങ്ങൾക്ക് അന്ന് മനസ്സിലാവും. ഇന്ന് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്നാണ് യേശു പറഞ്ഞത്. എന്നെ അയച്ചവൻ ഞാൻ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്നെ ഏകനായിട്ട് വിട്ടിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങളെന്നെ ഉയർത്തുന്ന സമയത്തും പിതാവിൻ്റെ നിയന്ത്രണവും നോട്ടവും ഒക്കെ എന്നോടുകൂടെ ഉണ്ടായിരിക്കും. കാരണം പിതാവാണ് എന്നെ യാഗമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ഉത്തരവാദി തന്നെ ഒറ്റിക്കൊടുത്ത യൂദയാണെന്നാണ് ചെല്ലു പറയുന്നത്. യൂദ ഒറ്റിക്കൊടുക്കാതിരുന്നിരുന്നെങ്കിൽ ഈ മരണം സംഭവിക്കില്ലായിരുന്നു. വേറെ ചെല്ലു പറയുന്നത് യേശുക്രിസ്തുവിനെതിരെ കള്ളസാക്ഷികളെ നിർത്തുകയും യേശുവിനെതിരെ മുറവിളി കൂട്ടുവാൻ ജനത്തെ ഉത്സാഹിപ്പിക്കുകയും ചെയ്ത അന്നത്തെ മഹാപുരോഹിതന്മാരാണ് യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയെന്ന്. വേറെ ചെല്ലു പറയുന്നത് യഹൂദന്മാരെ പേടിച്ച് അല്ലെങ്കിൽ കൈസറെ പേടിച്ച് യേശുവിനെ വിധിച്ച പീലാത്തോസാണ് യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ്. വേറെ ചെല്ലു പറയുന്നത് യേശുവിനെതിരെ മുറവിളി കൂട്ടിയ യഹൂദന്മാരാണ് യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ. വേറെ ചെല്ലു പറയുന്നത് റോമാക്കാർ വിചാരിക്കാതെ യേശുവിനെ കൊല്ലാൻ കഴിയുകയില്ല. കാരണം റോമൻ ഭരണാധികാരിക്ക് യേശുവിനെ വിട്ടയക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ റോമാക്കാരാണ് യേശുവിനെ കൊന്നത് എന്നാണ് ചെല്ലു പറയുന്നത്. വേറെ ചെല്ലു പറയുന്നത് യഹൂദരായാലും റോമക്കാരായാലും മനുഷ്യരാണ് യേശുവിനെ കൊന്നതെന്ന്. വേറെ ചെല്ലു പറയുന്നത് മനുഷ്യരൊന്നുമല്ല, പിശാചാണ് യേശുവിനെ കൊന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, പിശാചുമല്ല, മനുഷ്യരുമല്ല, റോമക്കാരുമല്ല, പട്ടാളക്കാരുമല്ല, പീലാത്തോസുമല്ല, യഹൂദന്മാരുമല്ല, മഹാപുരോഹിതന്മാരുമല്ല, യൂദയുമല്ല. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ പറയുന്നത് അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്നാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ കുരിശിൽ നൽകാൻ തക്കവണ്ണം, യാഗമാകാൻ നൽകാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ സുവിശേഷം 3:16 വായിക്കുന്നത്.
യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദി പിതാവായ ദൈവമാണ്. ആ പിതാവാണ് യേശു പറയേണ്ടതെല്ലാം യേശുവിന് പറഞ്ഞു കൊടുത്തത്. യേശുവിനെ ഓരോ സ്ഥലത്തേക്ക് നയിച്ചത് പിതാവാണ്. അവസാനം യേശുവിനെ കുരിശിലേക്ക്, ആ കൊലക്കളത്തിലേക്ക്, ആ യാഗപീഠത്തിലേക്ക് നയിച്ചതും പിതാവാണ്. അതിൻ്റെ നിഴലാണ് പഴയ നിയമത്തിൽ അബ്രഹാം മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയത്. മുറിയാമലയുടെ നെറുകയിൽ ആ പിതാവും ഇസഹാക്കും മാത്രം, അബ്രഹാം ഇസഹാക്കും മാത്രം ആ മകനെ പിടിച്ചു കെട്ടി ആ യാഗപീഠത്തിൻ്റെ മീതെ ഉള്ള വിറകിൻ്റെ മീതെ കിടത്തുകയാണ്. തീർച്ചയായിട്ടും വിറകിൻ്റെ മീതെ കിടക്കുമ്പോൾ വേദന ഉണ്ടാവുക സ്വാഭാവികമാണ്. വാളോങ്ങി വെട്ടാൻ വേണ്ടി. അപ്പോഴാണ് ദൈവം പറയുന്നത്, കാലിൻ്റെ മേൽ കൈവെക്കരുത്. എന്നാൽ കാൽവറിയിൽ അതല്ല സംഭവിച്ചത്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് പകരം യാഗമാക്കിയായിരുന്നു. നമ്മുടെ ശിക്ഷ മുഴുവൻ യേശുവിൻ്റെ മേൽ കൊടുക്കുകയായിരുന്നു. നമ്മുടെ ശാപവും നമ്മുടെ വേദനയും നമ്മുടെ നരകവും എല്ലാം യേശുവിൻ്റെ മേൽ കൊടുക്കുകയായിരുന്നു. യേശു അനുഭവിച്ചല്ലാതെ നമുക്കൊരു രക്ഷാമാർഗം ഉണ്ടാകാൻ സാധിക്കുകയില്ല. കാരണം ദൈവം സ്നേഹവാൻ മാത്രമല്ല, നീതിമാനാണ്. ദൈവം പറഞ്ഞു, പാപി മരിക്കണം, നരകമേൽക്കണം. ദൈവത്തിന് വാക്കുമാറ്റി പറയാൻ സാധിക്കുകയില്ല. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു, എന്നാൽ എനിക്കിപ്പോൾ അതിലൊരു കുറ്റബോധം വരുന്നു, അതുകൊണ്ട് ഞാൻ വാക്കുമാറ്റുകയാണ് എന്ന് പറയാൻ ദൈവത്തിന് സാധിക്കില്ല. ദൈവം മനുഷ്യനല്ല. മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ശിക്ഷ, മനുഷ്യന് പകരം അവിടുന്ന് തന്നെ അനുഭവിക്കണം. അതുകൊണ്ടാണ് ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാനെ മനുഷ്യനായി ഭൂമിയിൽ അയച്ച് നമ്മുടെ ശിക്ഷ ആ പുത്രൻ്റെ മേൽ പിതാവ് ചുമത്തി പുത്രനെ യാഗമാക്കിയത്. അതുകൊണ്ടാണ് യേശു ഇവിടെ പറയുന്നത്, നിങ്ങളെന്നെ ഉയർത്തിയ ശേഷം ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതും പിതാവ് ചെയ്യുന്നതാണ്. പിതാവ് ഇതുവരെ എന്നെ ഏകനായി വിട്ടിട്ടില്ല, നാളെയും എന്നെ ഏകനാക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാരല്ല യേശുവിനെ കൊന്നത്. നമുക്ക് യഹൂദന്മാരുള്ളൊരു പകയൊക്കെയുണ്ട്, അവരാണ് യേശുവിനെ കൊന്നത് എന്ന്. യഹൂദന്മാരല്ല, പിതാവായ ദൈവമാണ് യേശുവിനെ യാഗമാക്കി. ഇത് മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. ഇത് മനസ്സിലാക്കാത്ത പ്രിയപ്പെട്ടവർക്ക് ഇത് മനസ്സിലാകുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.